കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു. നിത്യത മുതൽ നിത്യത വരെ എന്നതായിരിക്കുന്ന ദൈവവചന പഠനത്തിൻ്റെ 47ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രാരംഭത്തിൽ എൻ്റെ വന്ദനം. സർവശക്തനായ ദൈവം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പഠന ചിന്താ വിഷയം ഏശാവും യാക്കോബും ജനിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന വിഷയമായിട്ടാണ് നിങ്ങളുടെ മുൻപാകെ കടന്നു വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പഠനം തന്നെ ആയിരിക്കുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. അതിനായിട്ട് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. ഏശാവ് കൊണ്ടുവരുന്ന വേട്ടയിറച്ചിയോടുള്ള അഭിരുചി മൂലം ഇസഹാക്ക് ഏശാവിനെ സ്നേഹിച്ചു, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു എന്ന് വായിക്കുന്നു. ഇവിടെ നമുക്കറിയാം, അബ്രഹാമിൻ്റെ മകൻ ആഹാറിൽ നിന്നും ഇസ്മായേൽ ജനിക്കുവാനിടയായി. അത് ജഡീക സന്തതിയായി ജനിച്ചതായിട്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ഉടനീളം പരിശോധിക്കുമ്പോൾ കാണുവാനിടയാകുന്നത്. വീണ്ടും വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസഹാക്ക് ജനിക്കുവാനിടയായി. സാറായിൽ നിന്നും ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തതായിരുന്ന ഇസഹാക്കിൻ്റെ ജനനം, രണ്ടുപേരെയും സർവശക്തനായ ദൈവം വലിയ ജാതി ആക്കി തീർക്കുമെന്ന് സർവശക്തനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നു. വീണ്ടും അബ്രഹാം മറ്റൊരു സ്ത്രീയെ അഥവാ ഭാര്യയെ പരിഗ്രഹിച്ചു. പ്രീശലോ, അവൾ നിന്നും അനേക തലമുറകൾ ഉണ്ടായി എന്ന ദൈവവചനത്തിൽ വായിക്കുന്നു. അവരുടെ പേര് ഗദൂറ എന്ന് ആയിരുന്നു. എന്നാൽ അബ്രഹാം തൻ്റെ ആ സമ്പത്തുകൾ ഭുജിച്ചപ്പോൾ അത് മുഴുവനും വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന ഇസഹാക്കിനത്രേ കൊടുത്തത് എന്നാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിപ്പാൻ ഇടയാകുന്നത്. ഇവിടെ ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ ബദ്ധൻ ആരാമിലുള്ള ആരാമ്യനായ ബെതുവേലിൻ്റെ പുത്രിയും ആരാമ്യനായ ലാബാന്റെ സഹോദരിയുമായിരിക്കുന്ന റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ 40 വയസ്സായപ്പോഴാണ് എലിയാസർ കടന്നു ചെന്ന അബ്രഹാമിന് റിബേക്കയെ തക്ക തുണയായിരിക്കുന്ന ഭാര്യയായിട്ട് സ്വീകരിച്ച പിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന വിവാഹം കഴിച്ചു അവർ കുടുംബജീവിതം ആരംഭിപ്പാനിടയായത്. എന്നാൽ ദീർഘവർഷങ്ങളായിട്ട് അതിൻ്റെ 21-ാമത്തെ വാക്യങ്ങൾ വായിക്കുന്നത്, തൻ്റെ ഭാര്യ മച്ചയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു എന്ന് വായിക്കുന്നു. അപ്പോൾ ഇസഹാക്കിന്റെ ഭാര്യയായിരിക്കുന്ന റിബേക്ക ദീർഘവർഷങ്ങളിൽ ഏകദേശം 20 വർഷത്തോളം റിബേക്ക മച്ചി ആയിരുന്നു എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിപ്പാനിടയാക്കുന്നത്. അതുപോലെ തന്നെ ഇസഹാക്കിന്റെ പിതാവായിരിക്കുന്ന അബ്രഹാം തൻ്റെ ഭാര്യയായിരിക്കുന്ന സാറായി മച്ചിയായിരുന്നു എന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. എന്നാൽ തൻ്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ ഭാര്യ റിബേക്കയുടെ ഗർഭം എന്തു ചെയ്തു? ആ പാത്രം തുറന്ന ഗർഭം ധരിക്കുവാനിടയായി. ഇന്ന് രാത്രികാലം എന്നെ ഈ 47ാമത്തെ എപ്പിസോഡിലൂടെ കേൾക്കുന്നതായിരിക്കുന്ന
പ്രിയപ്പെട്ടവരെ, നിന്റെ വാഗം കഴിഞ്ഞ് ഒരുപക്ഷെങ്കിൽ തലമുറയില്ലാതെ നീ ഭാരപ്പെടുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിനക്കും തലമുറയെ നൽകുവാൻ ശക്തനായിരിക്കുന്നവനായ ദൈവമാണ്. യഹോവയായ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ദൈവം എന്ത് ചെയ്യാണ്? നിന്റെ പ്രിയപ്പെട്ടവളുടെ ഉദരം തുറക്കുവാൻ, നിനക്ക് പുത്ര ഉത്പാദന ശക്തി നൽകുവാൻ എന്റെ ദൈവത്തിന് കഴിയും എന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത്. യഹോവയുടെ പ്രാർത്ഥന കേട്ട് അവന്റെ ഭാര്യ റിബെക്ക ഗർഭം ധരിച്ചു എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവളുടെ ഉള്ളിൽ 2 ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ പറയുന്നതായിരിക്കുന്ന വാക്കുകൾ ഇപ്പോ ഇങ്ങനെയാണ്. അവൾ ഇങ്ങനെ യഹോവയോട് യാചിപ്പാനിടയായി, ഞാൻ എന്തിന് ഇങ്ങനെ ആയാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറയുവാനിടയായി എന്ന് പറഞ്ഞു. യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട് 2 ജാതികൾ നിന്റെ ഗർഭത്തിൽ ഉണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്നും തന്നെ പിരിയും എന്ന് യഹോവയായ ദൈവം റിബെക്കയോട് സംസാരിപ്പാനിടയായി. വംശത്തിലും ജാതിയിലും പെട്ടതായിരിക്കുന്നതായ മൂത്ത മകൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. അപ്പോൾ റിബെക്കയുടെ ഉദരത്തിൽ 2 ജാതികൾ ഉണ്ടാ, 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളും ഉദരത്തിൽ വെച്ച് തന്നെ 2 ജാതിയാണെന്ന് സർവശക്തനായ ദൈവം റിബെക്കയോട് പറയുവാനിടയായി. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ 2 പിള്ളകൾ അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തവന് ചുവന്നവനായി പുറത്തു വന്ന മേൽ മുഴുവനും രോമം കൊണ്ടുള്ളതായിരിക്കുന്ന വസ്ത്രം പോലെ ഇരുന്നു എന്നും അവനെ യേശാവെന്ന പേരിട്ടു എന്നും കാണുവാനിടയാകുന്നു. അപ്പോൾ ഒന്നാമത്തവൻ അവൻ ചുവന്നവനായിരുന്നു. അവന്റെ ശരീരം മുഴുവനും രോമകുപങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നുവെന്നും അവൻ മൂത്തവനായി പുറത്തു വന്നു, അവൻ യേശാവെന്ന പേരിടുവാൻ ഇടയായി എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് വായിപ്പാനിടയാകുന്നത്. പിന്നെ അവന്റെ സഹോദരൻ പുറത്തു വന്ന അവന്റെ കൈ ഏശാവിന്റെ കുതികാലിൽ പിടിച്ചിരുന്നു, അവന് യാക്കോബ് എന്ന പേരിട്ടു. പ്രൈസലോ. അപ്പോൾ മൂത്തവനായിരിക്കുന്ന ഏശാവിന്റെ കുതികാലിൽ ആര് പിടിച്ചിരുന്നു? യാക്കോബ് പിടിപ്പാനിടയായി. അവന്റെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ എന്ത് ചെയ്യാണ്? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവന്റെ വായം ആരംഭിപ്പാനിടയായി. ഇന്ന് രാത്രികാലം എന്നെ ഈ 47ാമത്തെ എപ്പിസോഡിലൂടെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാദപീഠങ്ങളിൽ പലരും എന്തിയാണ്? ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ അവിടെ വായത്തിന്റെ പണി ആരംഭിച്ചതായിട്ട് കാണുവാനിടയാകുന്നു. അവര് പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിപ്പാനിടയാകുന്നു. 40ാമത്തെ വയസ്സിൽ ഇസഹാക്കിന്റെ വിവാഹം നടക്കുവാനിടയായി. റിബെക്കയുമായിട്ടുള്ളതായിരിക്കുന്ന വിവാഹം നടത്തുവാനിടയായി. ഏകദേശം 20 വർഷത്തോളം തലമുറയില്ലാതെ ഭാരപ്പെട്ട ഒരു വന്ധ്യതയായി ഒരു മച്ചിയുടെ അനുഭവത്തിൽ റിബെക്ക കടന്നു പോകുവാനിടയായി. ഇസഹാക്കിന് 60 വയസ്സായപ്പോൾ സർവശക്തനായ ദൈവം ഇസഹാക്കിന്റെ പ്രാർത്ഥന കേട്ട് റിബെക്കയുടെ ഉദരം തുറക്കുവാൻ അവൾ ഗർഭം ധരിപ്പാനിടയായി. 2 ആൺപൈതങ്ങൾക്ക്, 2 ആൺകുട്ടികൾക്ക്, 2 ജാതികൾക്ക് അവൾ ഉദരത്തിൽ എന്തിയാണ്? ജന്മം നൽകുവാനിടയായി. എന്നാൽ മൂത്തവൻ ഇളയവനെ സേവിക്കത്തക്കതായ നിലകളിൽ ചുവന്നവനായിരിക്കുന്ന രോമങ്ങളെ കൊണ്ട് നിറഞ്ഞവനായിരിക്കുന്ന യേശാവ് ജനിക്കുമ്പോൾ യാക്കോബ് എന്തിയാണ്? യേശാവിന്റെ കുതികാലിൽ പിടിച്ചിരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിപ്പാനിടയാകുന്നു. ഇസഹാക്കിന് 60
വയസ്സായിരുന്നു അന്ന്. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടക്കാരനും പ്രൈസലോ വേട്ടയിൽ സമർത്ഥനുമായിരുന്നു, വനസഞ്ചാരിയായിരുന്നു. യാക്കോബോ സാധുശീലനും കൂടാരവാസിയും ആയിരുന്നു എന്താ ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാനിടയാകുന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാദമിടങ്ങൾ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നതായ തലമുറകൾ എന്ത് ചെയ്യാണ്? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണം. പ്രൈസലോ ഇവിടെ യേശാവിന്റെയും യാക്കോബിന്റെയും ജനനത്തിൽ തന്നെ സർവശക്തനായ ദൈവം അവിടെ മാതാവായിരിക്കുന്ന റബേക്കയോട് പറയുവാനിടയായി, നിന്റെ ഉദരത്തുള്ളതായിരിക്കുന്നതായ 2 കുട്ടികൾ അവർ എന്ത് ചെയ്യാണ്? 2 ജാതിയായി തീരും. അങ്ങനെ ഇസഹാക്കിന്റെ 60-ാമത്തെ വയസ്സിൽ പ്രൈസലോ ഇതാ 2 ജനത റിബേക്കയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വരുവാനിടയായി. ഒരുവന്റെ പേർ ഏശാവെന്നും രണ്ടാമത്തതായിരിക്കുന്ന ഇളയവന്റെ പേർ യാക്കോബും എന്നതായിരിക്കുന്ന 2 കുട്ടികളെ വാഗ്ദത്ത സന്തതിയായിരിക്കുന്ന അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിന് സർവശക്തനായ ദൈവം നൽകുവാനിടയായി. അപ്പോൾ ഏശാവും ഇസഹാക്കിന്റെയും ജനനം ഇങ്ങനെ ആയിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം വായിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, കർത്താവിന്റെ പൊന്നുകരങ്ങളിലേക്ക് പുറമായി ദൈവമേ ഈ വചനസന്ധ്യ കീർത്തനങ്ങളിലൂടെ കർത്താവേ എല്ലാ ദിവസങ്ങളും ദൈവത്തിന്റെ വചനങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ നിത്യത മുതൽ നിത്യത വരെ എന്നുള്ളതായിരിക്കുന്ന ദൈവവചന പഠനം കർത്താവെ പഠിക്കുകയും കാണുകയും ചെയ്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവെ അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി അനുഗ്രഹമായി ഭവിപ്പാൻ ദൈവമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം അവിടുന്ന് അനുഗ്രഹിക്കും.